എന്തായാലും ഇപ്പോൾ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ പോലീസ് പുറത്തേക്ക് എടുക്കാനുള്ള ശ്രമമാണ്. അഴുകിയ നിലയിലാണ് മൃതദേഹമുള്ളത്. ഏകദേശം ഈ സംഭവം നടക്കുന്ന ദിവസം, അതായത് ഈ സംഭവം നടന്ന ഏകദേശം ഇത്രയും ദിവസം പിന്നീട്, അതായത് ഒക്ടോബർ 14 നടന്ന സംഭവമാണ്. ഇന്നിപ്പോൾ 19 അങ്ങനെ 5 ദിവസം പിന്നിട്ടിരിക്കുന്നു. 5 ദിവസത്തെ പഴക്കം ഈ മൃതദേഹത്തിന് ഉണ്ട്. നിലവിൽ ഇയാൾ ഒറ്റയ്ക്കാണ് ഈ കൃത്യം നടത്തിയത് എന്നാണ് നിലവിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയും മറ്റുമൊക്കെ പോലീസിന് മുമ്പാകെ ഈ സോണി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വലിയൊരു ആൾക്കൂട്ടവും മറ്റുമൊക്കെ ഉണ്ട്. കാരണം നമുക്ക് ദൃശ്യങ്ങൾ കാണാം, ഓരോ സ്ഥലത്തും ഈ ആൾക്കാരും മറ്റുമൊക്കെ ഇങ്ങനെ കൂടി നിൽക്കുന്നത്. കാരണം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊലപാതകം ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് അവർ പോലും അറിയുന്നു. അതും ഒരു ഇതര സംസ്ഥാനക്കാരൻ വന്ന് ഇവിടെ കൊല നടത്തി പോകുന്നു. ഒരുപക്ഷെ ഈ പോലീസ് ഇയാളെ വാച്ച് ചെയ്തില്ലായിരുന്നുവെങ്കിൽ, ഇയാളുടെ സ്ഥലമായ പശ്ചിമ ബംഗാളിലേക്ക് കടക്കാനുള്ള ശ്രമമായിരുന്നു. ഒരുപക്ഷെ പശ്ചിമ ബംഗാളിലേക്ക് കടന്നിരുന്നുവെങ്കിൽ പ്രതിയെ പിടിക്കാൻ ഒരുപക്ഷെ പോലീസിന് ഏറെ പണിപ്പെടേണ്ടി വന്നേനെ. ഏതായാലും അതിന് മുന്നേ തന്നെ പോലീസ് ഒരു മുഴം മുന്നേ എറിഞ്ഞ് പ്രതിയെ പിടികൂടിയിരിക്കുന്നു. അതിന് കാരണമായത് ഈ വീടിന് തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു CCTV ഉണ്ട്. ആ CCTVയിലാണ് രാവിലെ ഭാര്യയും ഒത്തുവരുന്ന സോണിയെ കാണുന്നു. എന്നാൽ 3/4 മണിക്കൂറിന് ശേഷം തിരിച്ചു പോകുന്നത് ഒറ്റയ്ക്ക് പോകുന്ന സോണിയാണ്. അവിടെയാണ് പോലീസിന് സംശയം തോന്നുകയും തുടർന്ന് ഇയാളെ വിശദമായി അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇയാൾ കാര്യങ്ങൾ പിന്നീട് പോലീസിനോട് തുറന്നു പറയുകയുമായിരുന്നു. മോട്ടീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറഞ്ഞത് ഭാര്യയെ സംശയം, മറ്റൊരു ഇതര സംസ്ഥാനക്കാരനുമായിട്ട് ഭാര്യയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു എന്നതാണ് അയാൾ പോലീസിന് മുമ്പാകെ പറഞ്ഞിരിക്കുന്നത്. 2 കുട്ടികളാണ് ഇവർക്കുള്ളത്. 7 വയസ്സ് 9 വയസ്സ് ഇങ്ങനെ പ്രായമുള്ള 2 കുട്ടികളുമുണ്ട്. നിലവിൽ ഈ കുട്ടികളുമൊത്ത് ഇയാൾ മടങ്ങാൻ നിൽക്കുമ്പോഴാണ് പോലീസ് ഇയാളെ പിടികൂടുന്നതും ഇയാളെ ഈ അയർക്കുന്നം സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതും. നിലവിൽ ഒരു ദിഭാഷിയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പോലീസും ചോദിച്ച് മനസ്സിലാക്കി ഇപ്പോൾ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്.